ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ വ്ലോഗ്. ചത്തിറന്നാലും ചമ്മഞ്ഞിറക്കാന്ന്. അങ്ങനെ 18/11/24 ഞാൻ എന്നോട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. കുറേ ദിവസമായി ഞാൻ ഈ ചുമയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി, ബ്രീത്തിങ് ഇഷ്യൂ ആയി. എങ്ങനെ ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു മര്യാദക്കോടെ അഡ്മിറ്റ് ആയിക്കോന്ന്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇത് കഴിഞ്ഞുള്ള ഡിസ്ചാർജ് ആയിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. എൻ്റെ കൂടെ സിന്ധുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ പുറത്ത് പോയേക്കാട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളിവിടെ മരുന്നെടുക്കാൻ പോവുകയാണ് ഗൈസ്. കുറേ കാലമായി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്കപ്പ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ കിടന്നിട്ട് കുറയും. സൂചിയൊക്കെ തന്നെ എനിക്ക്. ക്യാനിലിട്ടതിന് ശേഷം നെക്സ്റ്റ് ചെയ്തവരെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈമ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് എനിക്ക് അലർജി ടെസ്റ്റ് ഉണ്ടോയെന്ന് നോക്കി. എന്തെങ്കിലും വേണമല്ലോ മരുന്നിൻ്റെ വല്ല അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ നോക്കി. അപ്പോൾ തന്നെ നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്താ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ട്രിപ്പിൻ്റെ കുഞ്ഞത് ടൈം ടു റീചാർജ്. വയ്യടോ, സത്യമായിട്ട് വയ്യ. എന്താ പറയുക, മെൻ്റലി കുറേ പ്രോബ്ലംസ് ഉണ്ട്. ദെൻ ഫിസിക്കലി വീക്കായി തുടങ്ങി. അതിൽ ഓർക്കാം. ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് എന്നെ തന്തയ്ക്കും തന്തലിക്കും വിളിക്കുന്നവർക്കും എന്നെ നെഗറ്റീവ് പറയുന്നവർക്കും ഞാൻ എന്താ റിയാക്ട് ചെയ്യാത്തതെന്നറിയോ? പറഞ്ഞിട്ട് കാര്യമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നറിയാണ്ട് കെട്ടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയത് പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരാളെയും അങ്ങോട്ട് കയറി ഹരാസ് ചെയ്യാറില്ല, ബുള്ളി ചെയ്യാറില്ല. ബട്ട് എനിക്ക് മാത്രം എന്തെങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയത്തില്ല ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തതെന്ന്. സോ പറയുന്നവർ പറയട്ടെ. ഞാനെല്ലാം വായിക്കുന്നുണ്ട്, ഒന്നും അറിയാണ്ടല്ല. പിന്നെ എത്രയും ഹേർട്ടാവുന്ന കമൻറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനുള്ള ഒരു ആൻസർ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബട്ട് ഇപ്പോൾ എനിക്ക് ഒന്നിനോട് റിയാക്ട് ചെയ്യാനുള്ള ഹെൽത്ത് ഇല്ല. എന്താ പറയുക, കമൻറ്റ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കമൻറ്റ് ഇട്ട് അങ്ങോട്ട് പോയാൽ മതി. ബാക്കിയുള്ളവനത് പിന്നെ അതുമ്മ പിടിച്ച് തിങ്ക് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓവർ തിങ്കിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് എനിക്കുണ്ട്. നിങ്ങളൊക്കെ ഒരു കമൻറ്റ് ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അന്നത്തെ ദിവസം എന്നല്ല, പിന്നെ മൊത്തം എൻ്റെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആ കമൻറ്റിനെ പറ്റിയായിരിക്കും. അതുകൊണ്ട് ഓക്കെയാണ്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. എൻ്റെ ഹോസ്പിറ്റൽ വ്ലോഗാണല്ലോ. സോ ഇപ്പോഴത്തെ വന്നിട്ട് ഒരു കുഞ്ഞ് ട്രിപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. സോ അതുവരെ എനിക്ക് കിടന്നുറങ്ങാം. ഇത് കഴിയണ വരെ. ഗായ്സ്, എന്നെ കാണാൻ ഒരു തെണ്ടി വന്നു. അവനെനിക്ക് കൊണ്ടുവന്നത് ഇതാ. ഞാൻ ടോബ്ലറോണാ ചോദിച്ച്, പക്ഷെ എനിക്ക് ട്വിക്സാണ് അവൻ കൊണ്ടുവന്ന തിണ്ടി ഇതാണ്. അവൻ്റെ കൂടെ ഒരു നല്ല ചട്ടി വന്നിട്ടുണ്ട്. ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇവൻ വെറും തെണ്ടിയാണ്. ഫോട്ടോഗ്രാഫർ എന്നൊക്കെ അവൻ തന്നെ പറയുന്നു. പക്ഷെ ഫോട്ടോ എടുക്കാനൊന്നും അറിഞ്ഞൂടാ. ഓക്കെടാ, വേണ്ട. അങ്ങനെ അവൻ കൊടുത്ത മിഠായി ഞാൻ കഴിച്ചിരുന്നു. അവനോട് കുറച്ച് നേരം കത്തി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൻ വാങ്ങിച്ചെന്താന്ന് പറഞ്ഞിട്ട് പിന്നെ അവനൊരു വീഡിയോ എടുത്തു. ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കണ്ടു. ഹായ്, ഹലോ. കൂടെ ഞാൻ പുറത്ത് പോയത് ഇത് മേടിക്കാൻ വേണ്ടിട്ട് കണ്ടില്ലേ? സുഹൃത്താ, എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? എഴുന്നേൽക്കൂ, കഴിക്കൂ. ഹാപ്പി. യെസ്, ഉടുപ്പുള്ളതുകൊണ്ടല്ലേ. നിനക്ക് കോണ്ടന്റ് ആയിക്കോട്ടെ. തിരിച്ചെടുത്തിട്ടുണ്ടോ ഇപ്രാവശ്യം? എങ്ങനെയുണ്ട്? ഇതെന്ത് വയ്യാതെ ഇരിക്കും എനിക്ക്. ആ യെസ്, ഇതിന് റിയാക്ഷൻ ഇട്. ഹായ് ഫ്രൈഡ് റൈസ് പേർഷിക്കൊരു ആഡ് കിട്ടോ. അപ്പോൾ ഡേ 1 ടൈം 11 o'clock. ഉറങ്ങാൻ പറ്റുന്നില്ല. സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് വന്നിട്ട് പോലും ഉറങ്ങാത്ത സൈക്കോണ് ഞാൻ. 4-5 ഇഞ്ചക്ഷൻ, ഒരു ഡ്രിപ്പ്, ദെൻ സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ്. എനിക്ക് മരുന്നായിരുന്നു ഗൈസ്. ദൈവമേ. എത്ര പോത്ത് പോലെ വളർന്നു പറഞ്ഞാലും ഈ സാധനത്തിൻ്റെ ചോയ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഒരുമാതിരി കിടന്നുറങ്ങാല്ലേ.
ഡേ 1 കുറച്ച് സീനായിരുന്നു. 12 മണിയായിട്ട് ഉറക്കം കിട്ടിയില്ല. അപ്പോൾ നഴ്സുമാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിട്ട് എനിക്ക് നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നെബുലൈസേഷനൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. ഡേ 2 എണീറ്റു, മേൽ കഴുകി ഫുഡ് കഴിക്കാൻ പോകുന്നു. സിന്ധു ഫുഡ് കൊണ്ടുവരും. അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ രാവിലെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയും സാമ്പാറാണ്. ഇഡ്ഡലി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. പിന്നെ മെഡിസിനൊക്കെ കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി എങ്ങനെയൊക്കെയൊക്കെയോ ഇഡ്ഡലി കഴിച്ചു. അങ്ങനെ ഇഡ്ഡലി കഴിച്ചിട്ട് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ കഴിക്കണ വീഡിയോ എടുത്തരാൻ പറഞ്ഞു. അമ്മ എടുത്ത് തന്നു. അതിനുശേഷം അമ്മയുടെ അടുത്ത് മുടി കെട്ടിത്തരാൻ പറഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ ക്യാൻഡർ ഉള്ളതുകൊണ്ട് എനിക്ക് മുടിയൊന്നും ചീകി കെട്ടാൻ പറ്റത്തുണ്ടായിരുന്നില്ല. നല്ലപോലെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു അമ്മ ഒരു 10th സ്റ്റാൻഡേർഡ് വരെ അമ്മ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് മുടി കെട്ടി തന്നിരുന്നത്. എനിക്ക് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡും മുടി മടക്കി ഞാനൊരു കോൺവെൻറ്റ് സ്കൂളാണ് പഠിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 സൈഡും മുടി മുടഞ്ഞ് റിബൺ വെച്ച് മടക്കി കെട്ടണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മ യുദ്ധം തുടങ്ങും മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അമ്മ കെട്ടുന്ന സ്റ്റൈൽസ് ഒന്നും എനിക്ക് പിടിക്കാറില്ല. ബട്ട് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു, സിന്ധു മുടി കെട്ടിത്തായോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് ഒരു പോണി ടൈൽ കെട്ടി തന്നു. അപ്പോൾ ഞാൻ ഓക്കെ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സിന്ധുവിനെ അഭിനന്ദിച്ചു. നമുക്ക് ആശുപത്രിയിലാണെങ്കിലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഗെറ്റ് റെഡി കഴിയും. അതെന്താണെന്നല്ലേ കാണിച്ചു തരാം. സംഭവം നമ്മൾ ആശുപത്രിയിലാണെങ്കിൽ മസ്റ്റ് ഹാവ് ആണത്. ഇറ്റ്സ് മൈ ലഞ്ച് ടൈം. ഇന്നലത്തെ ആരോഗ്യം ഇന്നില്ല. ഐ തിങ്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കണം ബോഡി ഭയങ്കര വീക്കാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് വയ്യാത്തതിനുണ്ട്, ദെൻ വയ്യാത്തത് മാറാത്തതിൻ്റെ ഓവർ ടെൻഷൻ കൊണ്ടാണ്. ടെൻഷൻ കുറച്ച് തന്നെ ഇത് മാറുള്ളൂ, ഈ ബ്രീത്തിങ് ഇഷ്യൂ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ടെൻഷൻ കുറച്ചാൽ തന്നെ ഇതിൻ്റെ അസുഖം മാറത്തുള്ളൂ എന്നാണ്. എനിക്കറിഞ്ഞൂടെ. ഇതാണ് അവസ്ഥ. എന്നെ നോക്കാനെന്ന പേരിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുന്ന സിന്ധു എന്തിനാ വന്ന്? എന്തിനാ വന്ന്? ഇന്നലത്തേക്കാൾ ടയേർഡായിട്ടൊന്ന് ചത്ത് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി ചുമച്ചിട്ട് ശ്വാസം കിട്ടാണ്ട് കുറേ നേരം കിടന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനാണ് ഡോക്ടർ വന്നത്. ബട്ട് എനിക്ക് ടെൻഷനില്ലാന്ന് എനിക്കറിയാലോ. ടെൻഷൻ മാറി അസുഖം മാറുത്ര. പക്ഷെ ടെൻഷനും ശ്വാസം മുട്ടും തമ്മിൽ എന്താ ബന്ധം? ഡോക്ടർ നേരത്തെ ചോദിക്കണം. അതാണ് ഡോക്ടർ പറഞ്ഞത് ടെൻഷൻ കാരണം എങ്ങനെയാണ്. പക്ഷെ ടെൻഷനും ബ്രീത്തിങ് ഇഷ്യൂവും തമ്മിൽ എന്താ കണക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡോക്ടറെ ചോദിക്കാം. അപ്പോൾ എനിക്ക് വയ്യ, നല്ല പോലെ വയ്യാണ്ട് തുടങ്ങി. 4-5 ഇഞ്ചക്ഷനൊക്കെ ഡെയിലി ചെയ്യണു. എന്തിനാ അവർ ഇത്ര ഇഞ്ചക്ഷനൊക്കെ ചെയ്യണാവോ? ഡിസ്ചാർജാ? ഇന്നലെ ഇങ്ങോട്ട് വന്നാ? ഇറ്റ്സ് ഓൾമോസ്റ്റ് 4:30. ഇന്നത്തെ അക്രമൊക്കെ കഴിഞ്ഞു. മെഡിസിൻ്റെ ഡോസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഉറങ്ങി തീർത്തു. ദെൻ വെയിറ്റിംഗ് ഫോർ അമ്മയുടെ ഉണ്ടായിരുന്നു ഇത്ര കാലം. ഇപ്പോൾ എനിക്ക് ചായ വാങ്ങാൻ പോയിക്കാം. സംഭവം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വീട്. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അമ്മ കൊടുത്ത്. പിന്നെ ഉച്ചയ്ക്കത്തൊന്നും വ്ളോഗ് എടുക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്നറിയോ? ചോറ്, പരിപ്പ് കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കുത്തി കഴിച്ചത്. അതുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. അതുണ്ടായിരുന്നു. ഓംലെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഇനി ചായ കുടിക്കാൻ പോകുന്നു. അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട്.
ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴും മെയിൻ സാധനം നോക്കില്ല ലിപ്സ്റ്റിക്. ഞാൻ അമ്മയുടെ അടുത്ത് വീട്ടിൽ പോയിട്ട് എൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതെന്നറിയാം ലിപ്സ്റ്റിക്ക് എടുത്ത് വെക്കുകയെന്നാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര എഡിക്ഷനാണ് ലിപ്സ്റ്റിക്കിനോട്. എനിക്കിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണ് ടെൻഷനും ബ്രീത്തിങ് ഇഷ്യൂ തമ്മിൽ കണക്ട് ചെയ്തേക്കണേന്ന്. അപ്പോൾ ആളെന്നെ കോഫി ഉണ്ടോ? കോഫി ഉണ്ട്, പഴംപൊരിയുണ്ട്, നമുക്ക് കഴിക്കാം. അപ്പോൾ അന്ന് കഴിക്കാൻ വേണ്ടി പഴംപൊരിയും ഉള്ളിവടയും കോഫിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ബൈറ്റ് എടുത്ത് ഞാനതൊക്കെ അവിടെ തന്നെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നഴ്സ് വന്നു അന്നത്തെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 4 ഇഞ്ചക്ഷൻ മോർണിംഗും 4 ഇഞ്ചക്ഷൻ നൈറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ നെബുലൈസേഷനും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ല സുഖമായിരുന്നു. 4 ഇഞ്ചക്ഷൻ ഇത് ക്യാനിൽ കൂടെ ആയിരുന്നെങ്കിൽ എനിക്ക് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം നൈറ്റ് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ എനിക്ക് അന്നൊരു സ്റ്റീമറും കൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്റ്റീമറും നെബുലൈസേഷനും കൂടുതൽ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നൈറ്റ് നല്ലപോലെ ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മൂവിയൊക്കെ കണ്ടു നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നു. സമയം കൊണ്ട് ഇത് തന്നെ ചെയ്യണമെന്ന് നോക്കിയാൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. ഈവനിങ് ആയപ്പോൾ അമ്മ വീട്ടിലോട്ട് പോയി. കാരണം എനിക്ക് നൈറ്റ് ഫുഡ് വേണമല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയി. അപ്പോൾ എൻ്റെ കൂട്ടിന് വന്നത് നന്ദു ആയിരുന്നു. നന്ദു എൻ്റെ കൂട്ടിന് വന്നിരുന്നപ്പോൾ ഞാൻ അവൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് ബർഗറും ചിക്കൻ റോളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ എന്നെ അഡ്മിറ്റ് ചെയ്തതാണ്. എന്നിട്ട് എൻ്റെ സ്നേഹമുള്ള ആങ്ങളെ എന്നാണോ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബർഗർ വാങ്ങിച്ച് എൻ്റെ കൂടെ എത്ര ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മേനെയും ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ ബർഗർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനെ കഴിക്കുമ്പോൾ ഞാൻ അവനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സുഖമാണ്. ഹോസ്പിറ്റലിൽ എനിക്ക് വല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഫുഡായിട്ട് വന്നു. അപ്പോൾ നന്ദു പോയി. അങ്ങനെ അവർ കൊടുന്ന ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ കഴിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത്. വീട്ടിൽ ഇന്നമ്മ ഉണ്ടായിരുന്നു. ഇന്നമ്മ എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഇന്നമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമല്ലോ. അങ്ങനെ അമ്മ കൊടുന്ന ചോറും കൂട്ടി ഞാൻ കഴിക്കുക. വീണ്ടും കൊടുന്നത് പരിപ്പ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ്. പിന്നെ വായിക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ ഞാൻ അത് തന്നെ മതി എന്ന് പറഞ്ഞു. ഡേ 3 അപ്പോൾ ഇന്ന് കുളിച്ചു. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ഗൈസ്. ലിപ്സ്റ്റിക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ്. സിന്ധു കൂടുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ടാബ്ലറ്റ് എണ്ണി നോക്കുക. 1 2 3 ടാബ്ലറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ റെഡ് ടാബ്ലറ്റ് ആണ് നല്ല രസമില്ല, ഒരു മീൻ കുളിക്കൊക്കെ പോലെ തോന്നിയില്ലേ. അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റൊക്കെ കഴിച്ചു. ആശുപത്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറവല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നമ്മുടെ ആദ്യം എടുത്തിട്ട് വരാൻ പറഞ്ഞത് എൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ സോ ക്യൂട്ട്നെസ് ആണ്. മായനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കമ്പനികൾ കണ്ടിട്ടോ എനിക്ക് എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. നമുക്ക് കുളിക്കൊക്കെ. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ചേച്ചി വന്നു. വീണ്ടും നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് എന്താ എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോൾ ആരോ പറഞ്ഞു ജസ്റ്റ് നെബുലൈസേഷൻ അല്ലേ ചെയ്യണമെന്ന്. പക്ഷെ അത് ചെയ്യാനുള്ള റീസൺ എന്താണെന്നൊന്നും ആരും ആലോചിക്കുന്നില്ല. എനിക്ക് തീരെ വയ്യ, ബ്രീത്തിങ് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ. പിന്നെ ഉച്ചയായപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാമെന്ന് വെച്ചു. ഇന്ന് ചോറ് കൊടുത്തിട്ടുണ്ട്, മീൻ കറി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിന്. അപ്പോൾ ഞാനത് നല്ല പോലെ കഴിച്ചു. ഇപ്പോൾ വായിക്ക് ടേസ്റ്റൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെഡിസിനകത്തോട്ട് പോകല്ലേ. അപ്പോൾ പതിയെ ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ വായിക്ക് ടേസ്റ്റ് കിട്ടിയ കാരണം ഞാൻ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ തന്നെ എൻ്റെ വല്യമ്മയും ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് തരിക കേട്ടോ. അങ്ങനെ ഈവനിങ് അവർ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ എൻ്റെ സ്കൂൾ ടൈം തൊട്ടുള്ള ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചുമ പകരൊന്ന് മേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അല്ലല്ല എന്ന്. പക്ഷെ അവൻ്റെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. പിന്നെ കുറച്ച് നേരം നോക്കിയപ്പോൾ അവൻ മാസ്ക് ഒക്കെ ഊരി. അപ്പോഴല്ലേ മനസ്സിലായി കുട്ടപ്പനാവാൻ വേണ്ടിയിട്ടൊന്ന് ഷേവ് ചെയ്ത. അപ്പം നല്ല രക്ഷമുണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവൻ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ അമ്മ എനിക്ക് ചായ വാങ്ങിക്കാൻ പോയി.
ദെൻ അമ്മ ചായയൊക്കെ വാങ്ങിച്ചു വന്നു. ചായ അത് ഞാൻ നല്ലപോലെ കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തു. ഹായ്, ഞാൻ എണീറ്റു, മേൽ കഴുകി, ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മമ്മിജി ഇതാ അവിടെ തെണ്ടിയുണ്ട്, എവിടെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പോകാമെന്നൊക്കെ പറഞ്ഞു. ഒരു ഇൻഹേലറും പിന്നെ കുറച്ച് മെഡിസിൻസ് ഇല്ല അല്ലേ, എന്നോട് ചോദിച്ച് വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അതൊക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് പോവാം, നല്ലപോലെ റെസ്റ്റ് എടുക്കാനും ടെൻഷൻ അടിക്കാണ്ടിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വരും, ഇവിടുത്തെ നേഴ്സുമാരെ വായ നോക്കും. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ദോശ കൊള്ളാം. അങ്ങനെ എത്ര ദിവസം കിടന്നതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് സെല്ലിൽ പോയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇൻഷുറൻസ് സെല്ലിൽ പോയപ്പോൾ ഞാൻ അമ്മേനായിട്ട് എടുത്ത വീഡിയോ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നിട്ട് എൻ്റെ കൈ മിട്ടിട്ടുണ്ടായിരുന്ന ക്യാനിൽ ഊരി തന്നു. ഊരുമ്പോൾ കുറച്ച് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു, കാരണം 4 ദിവസമായിട്ട് അതെൻ്റെ കൂടെ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അത് വിട്ട് പിരിയുമ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് ആകുന്നതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്കപ്പ് ആയാലേ പറ്റുമോ സിറ്റുവേഷൻസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു തന്നു. മെഡിസിൻ ഇല്ല എന്നൊക്കെയാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്കൊരു ലോഡ് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു തന്ന്. അപ്പോൾ ഒരു കവർ നിറച്ച് മെഡിസിൻ ഉണ്ട്. ഇവരെന്നെ ചീത്ത പറയുന്ന കേസ്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ ജീവിതം കഴിഞ്ഞു. ദെൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ എനിക്കൊരു ലോട്ട് ആ കവർ നിറച്ച് മെഡിസിനും തന്നിട്ടുണ്ട്. ദെൻ ആ സാധനം തരും. എൻ്റെ തവപ്പടിയെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വന്നേ. വീടിൻ്റെ അടുത്താണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇതൊക്കെ അതിനെനിക്ക് പുതിയ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഈസ് എ ന്യൂ പാർട്ട്ണർ ടു മീ. ഇതെങ്ങനെയാണെന്നാണ് നേഴ്സുമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറൊക്കെ എനിക്ക് കിട്ടും. ഞാൻ എൻ്റെ പുതിയ പാർട്ട്ണർ. ഓരോ അസുഖങ്ങളെ വരുത്തി വയ്ക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ പറയാം. അപ്പോൾ കൈമത്തെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അവരെനിക്ക് ഊരി തന്നിട്ടുണ്ട്. എന്നിട്ട് ബ്ലഡ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടം വെച്ചിട്ട് കെട്ടി തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് പോവാണ്. ഇതായിരുന്നു എൻ്റെ റൂം എന്ന് പറയുന്നത്. എൻ്റെ ബെഡ് ഇതായിരുന്നു എൻ്റെ റൂം. അപ്പം ഞാൻ ബൈ പറഞ്ഞ് ഇന്ന് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഒന്ന് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യാൻ വന്ന ഞാനാണ് ഇവിടെ അഡ്മിറ്റ് ആയത്. സങ്കടമൊന്നുമില്ല, അസുഖം മാറി. ഇപ്പോൾ ഓക്കെയാണ് ഞാൻ. ഈ വ്ളോഗ് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.